പുതിയ ചാപ്റ്ററാണ്, തേർഡ് ചാപ്റ്റർ പ്ലസ് ടുവിൻ്റെ ഹ്യൂമൻ റീപ്രൊഡക്ഷൻ. സോ റീപ്രൊഡക്ഷൻ്റെ ചാപ്റ്ററിൽ നമ്മൾ നോർമൽ ഓർഗാനിസത്തിൽ എങ്ങനെയാണെന്ന് പഠിച്ചു, പ്ലാന്റ്സിൽ എങ്ങനെയാണ് സെക്ഷൽ റീപ്രൊഡക്ഷൻ നടക്കുന്നതെന്ന് പറഞ്ഞു. സോ ഈ ചാപ്റ്ററിൽ ഹ്യൂമണിൽ എങ്ങനെയാണ് റീപ്രൊഡക്ഷൻ നടക്കുന്നത്. സോ ഹ്യൂമൻസിനെ നമ്മൾ സെക്ഷലി റീപ്രൊഡ്യൂസിങ് ഓർഗാനിസം ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. സോ ഹ്യൂമൻസ് ആർ സെക്ഷലി റീപ്രൊഡ്യൂസിങ് ഓർഗാനിസം ആൻഡ് ഹ്യൂമൻസിനെ പറയുന്നത് വിവിപാരസ് എന്നാണ്. എന്തായിരുന്നു വിവിപാരസ് എന്ന് പറഞ്ഞാൽ? സൈഗോട്ട് ഡെവലപ്പ് ചെയ്ത് ഒരു യങ് വൺ ആയിട്ട് മാറുന്നു. എവിടെ വെച്ച്? ഫീമെയിൽ ബോഡി. സോ ഫീമെയിൽ ബോഡി ഓഫ് ദ ഓർഗാനിസത്തിൽ വെച്ച് തന്നെ സൈഗോട്ട് ഡെവലപ്പ് ചെയ്ത് യങ് വൺ ആയിട്ട് മാറുന്നു. അതിനുശേഷം ഒരു പെർട്ടിക്കുലർ ടൈം പീരീഡ്, സർട്ടൻ സ്റ്റേജസ് ഓഫ് ഗ്രോത്ത് കഴിഞ്ഞതിന് ശേഷം മാത്രം യങ് വൺസ് ഫീമെയിൽ ബോഡിയിൽ നിന്ന് ഡെലിവേർഡ് ആവുന്നു. അതാണ് വിവിപാരസ്. സോ വിവിപാരസ് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? യങ് വൺസ് സൈഗോട്ട് ഡെവലപ്പ് ചെയ്ത് യങ് വൺ ആയി മാറുന്നത് ഫീമെയിൽ ബോഡിയിൽ വെച്ച് തന്നെയാണ്. അതിനുശേഷം ഒരു സർട്ടൻ സ്റ്റേജസ് ഓഫ് ഗ്രോത്ത് കഴിഞ്ഞതിന് ശേഷം മാത്രം യങ് വൺസ് ഡെലിവർ ചെയ്യണു ഔട്ട് ഓഫ് ദ ഫീമെയിൽ ബോഡി. അതാണ് വിവിപാരസിൻ്റെ പ്രത്യേകത. അതുപോലെ വിവിപാരസ് ആയിട്ടുള്ളതാണെങ്കിൽ പ്രോപ്പർ എംബ്രിയോണിക് കെയർ കിട്ടും, പ്രൊട്ടക്ഷൻ കിട്ടും. അതുകൊണ്ട് തന്നെ അവരുടെ യങ് വൺസ് സർവൈവ് ചെയ്യാനുള്ള ചാൻസ് കൂടുതലാണ്. സോ ഹ്യൂമൻസിന് ഈ പ്രത്യേകതകളൊക്കെ തന്നെയുണ്ട്. സെക്ഷലി റീപ്രൊഡ്യൂസിങ് ആണ്. വിവിപാരസ് എന്ന് പറഞ്ഞാൽ ആ നേച്ചറുകളെല്ലാം ഫോളോ ചെയ്യുന്നതാണ്. അപ്പോൾ ഹ്യൂമൻ റീപ്രൊഡക്ഷനിൽ മെയിനായിട്ട് വരുന്ന റീപ്രൊഡക്റ്റീവ് ഇവൻറ്റുകൾ എന്തൊക്കെയാണ്? കുറച്ച് സ്റ്റെപ്പുകളാണ് ആ റീപ്രൊഡക്റ്റീവ് ഇവൻറ്റുകൾ എന്ന് പറഞ്ഞാൽ. വൺ ബൈ വൺ ആയിട്ട് നമുക്ക് നോക്കാം. സോ ഏത് റീപ്രൊഡക്ഷനിലും ആദ്യമേ സെക്ഷലി റീപ്രൊഡ്യൂസിങ് ആയിട്ടുള്ള ഓർഗാനിസം ആയതുകൊണ്ട് അവിടെ ഗാമെറ്റുകൾ ആവശ്യമാണ്. ഏത് ഗാമെറ്റ്? മെയിൽ ഗാമെറ്റും ഫീമെയിൽ ഗാമെറ്റും. സോ ആദ്യത്തെ റീപ്രൊഡക്റ്റീവ് ഇവൻറ്റിൽ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഗാമറ്റോജെനിസിസ് ആണ്. ഗാമറ്റോജെനിസിസ്, ജെനിസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോർമേഷൻ. ഗാമെറ്റ് എന്ന് പറഞ്ഞാൽ മെയിൽ ആൻഡ് ഫീമെയിൽ ഗാമെറ്റ് ആവാം. റീപ്രൊഡക്റ്റീവ് സ്ട്രക്ചറാണ് ഗാമേറ്റ്. സോ ഗാമറ്റോജെനിസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗാമെറ്റ് ഫോർമേഷൻ, അതായത് ഫോർമേഷൻ ഓഫ് ഗാമെറ്റ്. സോ ആദ്യത്തെ ഇവൻ്റ് എന്ന് പറയുന്നത് ഗാമെറ്റ് ഫോം ചെയ്യാം. അത് മെയിലും ഫീമെയിലും. സോ മെയിൽ ബോഡിയിൽ മെയിൽ ഗാമെറ്റ് ഫോം ചെയ്യും, ഫീമെയിൽ ബോഡിയിൽ ഫീമെയിൽ ഗാമെറ്റ് ഫോം ചെയ്യും. സോ അത് സ്പേം, മെയിൽ ഗാമെറ്റാണ് സ്പേം, മെയിലിൽ ഫോം ചെയ്യുന്ന ഗാമെറ്റാണ് സ്പേം. ഫീമെയിൽ ആണെങ്കിൽ ഓവം. സോ ഗാമറ്റോജെനിസിസ് എന്ന സ്പേം മെയിലും ഫീമെയിൽ ഓവമാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. സോ ആദ്യത്തെ ഇവൻ്റ് ഗാമറ്റോജെനിസിസ്, ഗാമെറ്റ് ഫോർമേഷൻ, സ്പേം ഇൻ മെയിൽ, ഓവം ഇൻ ഫീമെയിൽ. ഗാമെറ്റ് ഫോം ചെയ്തതിന് ശേഷം അടുത്ത സ്റ്റെപ്പ് അല്ലെങ്കിൽ അടുത്ത ഇവൻ്റ് എന്താണ്? ഈ ഗാമെറ്റുകൾ ട്രാൻസ്ഫർ ചെയ്യണം. സോ നമ്മൾ പറഞ്ഞു ഫീമെയിൽ ഗാമെറ്റ് മോട്ടിലിറ്റി ഇല്ല. സോ മെയിൽ ഗാമെറ്റിനാണ് മോട്ടിലിറ്റി. സോ മെയിൽ ഗാമെറ്റ് ഫീമെയിൽ ഗാമെറ്റിൻ്റെ അടുത്തേക്ക് മൂവ് ചെയ്യണം. സോ അടുത്ത സ്റ്റെപ്പ് ഇൻസെമിനേഷൻ എന്നാണ്. സോ ഗാമെറ്റ് ഫോം ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത സ്റ്റെപ്പ് ഇൻസെമിനേഷൻ. ഇൻസെമിനേഷൻ എന്ന് പറഞ്ഞാൽ ഒന്നുമല്ല, ട്രാൻസ്ഫർ ഓഫ് സ്പേം. സ്പേം എന്തായിരുന്നു? മെയിൽ ഗാമെറ്റ്. ട്രാൻസ്ഫർ ഓഫ് സ്പേം ഇൻ ടു ഫീമെയിൽ ജെനിറ്റൽ ട്രാക്ട്. ഫീമെയിൽ ജെനിറ്റൽ ട്രാക്റ്റിലേക്ക് മെയിൽ ഗാമെറ്റ് ട്രാൻസ്ഫർ ചെയ്യണം. സോ ട്രാൻസ്ഫർ ഓഫ് സ്പേം ഇൻ ടു ഫീമെയിൽ ജെനിറ്റൽ ട്രാക്ട്. ആ പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് ഇൻസെമിനേഷൻ. സോ വൺസ് ഗാമെറ്റ് ഫോം ചെയ്ത് കഴിഞ്ഞാൽ, ഗാമറ്റോജെനിസിസ് കഴിഞ്ഞാൽ, മെയിലും ഫീമെയിൽ ഗാമെറ്റും ഫോം ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് മെയിൽ ഗാമെറ്റായ സ്പേം ഫീമെയിൽ ജെനിറ്റൽ ട്രാക്റ്റിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുക. ആ സ്റ്റെപ്പിനെ വിളിക്കുന്ന പേരാണ്, ആ പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് ഇൻസെമിനേഷൻ. മൂന്നാമത്, സോ മെയിൽ ഗാമെറ്റ് ഫീമെയിൽ ഗാമെറ്റിലേക്ക് എത്താനുള്ള ഫീമെയിൽ ജെനിറ്റൽ ട്രാക്റ്റ് വരെ എത്തിയിട്ടുണ്ട്. ഇനി മൂന്നാമത്തെ സ്റ്റെപ്പ് ജെനിറ്റൽ ട്രാക്റ്റിലൂടെ ഫീമെയിൽ ബോഡിയിലേക്ക് എത്തുന്നു. മൂന്നാമത്തെ സ്റ്റെപ്പിൽ മെയിൽ ഗാമെറ്റ് ഫീമെയിൽ ഗാമെറ്റ് തമ്മിൽ കണ്ടുമുട്ടുന്നു, അവിടെ ഫ്യൂഷൻ നടക്കുന്നു. അതാണ് നമുക്കറിയാവുന്നൊരു സ്റ്റെപ്പ്, ഫെർട്ടിലൈസേഷൻ. ഫെർട്ടിലൈസേഷൻ എന്താണ്? ഫ്യൂഷൻ ഓഫ് മെയിൽ ആൻഡ് ഫീമെയിൽ ഗാമെറ്റ്. മൂന്നാമത്തെ സ്റ്റെപ്പ് എന്താണ്? മെയിലും ഫീമെയിൽ ഗാമെറ്റ് തമ്മിൽ ഫ്യൂസ് ചെയ്യുന്നു. അതിനോടനുബന്ധിച്ച് എന്ത് സംഭവിക്കുന്നു? ഫ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ലീഡിങ് ടു ദ ഫോർമേഷൻ ഓഫ് സൈഗോട്ട്. സോ മൂന്നാമത്തെ സ്റ്റെപ്പിൽ മെയിൽ ഗാമെറ്റ് ആൻഡ് ഫീമെയിൽ ഗാമെറ്റ് ഫ്യൂസ് ചെയ്യുന്നു. അതിനുശേഷം എന്ത് ഫോം ചെയ്യുന്നു? സൈഗോട്ട് ഫോം ചെയ്യുന്നു, ലീഡിങ് ടു ദ ഫോർമേഷൻ ഓഫ് സൈഗോട്ട്. അതാണ് മൂന്നാമത്തെ സ്റ്റെപ്പ്. നാലാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് സൈഗോട്ട് ഉണ്ടായിക്കഴിഞ്ഞാൽ സൈഗോട്ട് പിന്നെ കുറച്ച് ഡിവിഷൻസ് അണ്ടർഗോ ചെയ്യും. ആ ഡിവിഷൻസ് കഴിഞ്ഞിട്ട് അത് യൂട്രസിൽ അറ്റാച്ച് ചെയ്യും. ആ സ്റ്റെപ്പാണ് ഇംപ്ലാന്റേഷൻ. സോ ഫെർട്ടിലൈസേഷൻ കഴിഞ്ഞ് സൈഗോട്ട് ഉണ്ടായിക്കഴിഞ്ഞാൽ അടുത്ത സ്റ്റെപ്പാണ് ഇംപ്ലാന്റേഷൻ. ഇംപ്ലാന്റേഷൻ എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, ഫോർമേഷൻ ആൻഡ് ഡെവലപ്മെൻറ്റ് ഓഫ് ബ്ലാസ്റ്റോസിസ്റ്റ്. സൈഗോട്ടിൻ്റെ അടുത്ത സ്റ്റേജുകളാണ് ബ്ലാസ്റ്റോസിസ്റ്റ്, ഡിവിഷൻ കഴിഞ്ഞിട്ടുണ്ടാവുന്നത്. സോ ഫോർമേഷൻ ആൻഡ് ഡെവലപ്പ്, സൈഗോട്ട് എന്തായി മാറുന്നു? ഫോർമേഷൻ ആൻഡ് ഡെവലപ്മെൻറ്റ് ഓഫ് ബ്ലാസ്റ്റോസിസ്റ്റ് ആയിട്ട് മാറുന്നു.
ആൻഡ് ഈ ബ്ലാസ്റ്റോസിസ്റ്റ് എന്ത് ചെയ്യുന്നു? ഇറ്റ്സ് അറ്റാച്ച്മെൻറ്റ് ടു ദ യൂട്രൈൻ വോൾ. ഈ ബ്ലാസ്റ്റോസിസ്റ്റ് സൈഗോട്ട് ഡിവൈഡ് ചെയ്ത് ബ്ലാസ്റ്റോസിസ്റ്റായിട്ട് ഈ ബ്ലാസ്റ്റോസിസ്റ്റ് യൂട്രൈൻ വോളിൽ അറ്റാച്ച് ചെയ്യുന്നു. ആ സ്റ്റെപ്പിനെ വിളിക്കുന്ന പേരാണ് ഇംപ്ലാന്റേഷൻ. അടുത്തത് ഇംപ്ലാന്റേഷൻ. യൂട്രൈൻ വോളിൽ ഇപ്പോൾ ആ സ്റ്റെപ്പ് സൈഗോട്ടിൻ്റെ നെക്സ്റ്റ് സ്റ്റേജസ് ഓഫ് ഡെവലപ്മെൻറ്റ് അവിടെ ബ്ലാസ്റ്റോസിസ്റ്റ് ഫോമിൽ യൂട്രൈൻ വോളിൽ അറ്റാച്ച്ഡ് ആണ്. അതായിരുന്നു ഇംപ്ലാന്റേഷൻ എന്ന് പറയുന്നത്. ഇനി അതിനുശേഷം എന്ത് സംഭവിക്കുന്നു? ജസ്റ്റേഷൻ. എന്താണ് ജസ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ? എംബ്രിയോണിക് ഡെവലപ്മെൻറ്റ്. സോ ഈ ബ്ലാസ്റ്റോസിസ്റ്റ് യൂട്രൈൻ വോളിൽ ഇരുന്നിട്ട് എംബ്രിയോ ഡെവലപ്മെൻറ്റ് നടക്കുന്നു. സോ എംബ്രിയോണിക് ഡെവലപ്മെൻറ്റിൻ്റെ പേരാണ് ജസ്റ്റേഷൻ പീരീഡ്. സോ അങ്ങനത്തെ ആ സ്റ്റേജിൽ കൺസൾട്ട് ചെയ്യുന്ന ഡോക്ടർക്ക് സ്പെഷ്യൽ നെയിമുകളാണ്. സോ ജസ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ അവിടെയുള്ള യൂട്രസിൽ വെച്ചുള്ള എംബ്രിയോണിക് ഡെവലപ്മെൻറ്റിനെ വിളിക്കുന്ന പേരാണ് ജസ്റ്റേഷൻ. സോ ആഫ്റ്റർ നമ്മൾ പറഞ്ഞു വി പാറ്റ് സെർട്ടൺ പീരീഡ്സ് അല്ലെങ്കിൽ സ്റ്റേജസ് ഓഫ് ഗ്രോത്ത് കഴിഞ്ഞാൽ യങ് വൺസ് ഡെലിവറി ചെയ്യുന്നു എന്ന് നമ്മൾ പറഞ്ഞു. സോ ഈ എംബ്രിയോണിക് ഡെവലപ്മെൻറ്റ് കംപ്ലീറ്റ് ആയിക്കഴിഞ്ഞാൽ ആ പെർട്ടിക്കുലർ ഡ്യൂറേഷൻ കഴിഞ്ഞു കഴിഞ്ഞാൽ അടുത്ത സ്റ്റെപ്പാണ് പാർട്രീഷൻ. പാർട്രീഷൻ എന്ന് പറഞ്ഞാൽ ഒന്നുമല്ല, ഡെലിവറി ഓഫ് ദ ബേബി. സോ കംപ്ലീറ്റ് സ്റ്റേജസ് ഗ്രോത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ യങ് വൺ ഡെലിവറി ചെയ്യണം. ഡെലിവറിങ് ഓഫ് ദ ബേബിയാണ് പാർട്രീഷൻ. ഒരിക്കൽ കൂടി പറയാം, എന്തൊക്കെയാണ് ഹ്യൂമൻ റീപ്രൊഡക്ഷൻ ഇവൻറ്റുകൾ? ഒന്ന് ഗാമറ്റോജെനിസിസ്, ഗാമറ്റ് ഫോർമേഷൻ. മെയിൽ ഗാമറ്റും ഫീമെയിൽ ഗാമറ്റും ഫോം ചെയ്യുന്നു, സ്പേമും ഓവും ഫോം ചെയ്യുന്നു. അതിനുശേഷം ആ ഗാമറ്റുകൾ മെയിൽ ഗാമറ്റ് ഫീമെയിൽ ജെനിറ്റൽ ട്രാക്റ്റിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു, അതാണ് ഇൻസെമിനേഷൻ. മൂന്നാമത്തെ സ്റ്റെപ്പ് മെയിൽ ആൻഡ് ഫീമെയിൽ ഗാമറ്റ് ഫ്യൂസ് ചെയ്യുന്നു, സ്പേമും ഓവും ഫ്യൂസ് ചെയ്യുന്നു, അത് ഫെർട്ടിലൈസേഷൻ. അത് കഴിഞ്ഞിട്ട് അത് സൈഗോട്ടായി മാറുന്നു. അതിനുശേഷത്തെ സ്റ്റെപ്പാണ് ഇംപ്ലാന്റേഷൻ. ഈ സൈഗോട്ട് ബ്ലാസ്റ്റോസിസ്റ്റായിട്ട് മാറി ആ ബ്ലാസ്റ്റോസിസ്റ്റ് യൂട്രൈൻ വോളിൽ അറ്റാച്ച്ഡ് ആവുന്നു, അത് ഇംപ്ലാന്റേഷൻ. ഇംപ്ലാന്റേഷന് ശേഷം ആ ബ്ലാസ്റ്റോസിസ്റ്റിൽ ഫർദർ ഡെവലപ്മെൻറ്റ് നടക്കുന്നു, അതാണ് എംബ്രിയോണിക് ഡെവലപ്മെൻറ്റ്. അതിനെ വിളിക്കുന്ന പേരാണ് ജസ്റ്റേഷൻ. സോ കംപ്ലീറ്റ് ഡെവലപ്മെൻറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഡെലിവറി ഓഫ് ദ ബേബി നടക്കുന്നു, പാർട്രീഷൻ.